അപ്പൊ പോവാല്ലേ? ഓക്കെ. ചലഞ്ച് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന് വേണ്ടി അരിശുമുട്ടിൽ അപ്പുക്കുട്ടൻ ചലഞ്ച് ചെയ്യും. In the house of my wife and daughter, you will not see any minute of the today. ഇറങ്ങി പോടാ. ഹേ ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ. എത്ര നാൾക്ക് ശേഷം അറിയോ രാവിലെ ഇത് മെയ് 3 എടുത്ത വ്ളോഗാണ്. വളരെ നേരത്തെ എഡിറ്റ് ചെയ്തുകൊണ്ട് ഇപ്പോഴെങ്കിലും നിങ്ങൾക്ക് കാണാൻ പറ്റി. ഇതാണ് എന്റെ ഔട്ട്ഫിറ്റ്. ഞാനും പ്രിൻസിയും പിന്നെ ഞങ്ങളുടെ ഒരു ഫ്രണ്ട് ഉണ്ട് ഫാത്തിമ. ഞങ്ങൾ 3 പേരും കൂടെ ഇന്ന് സിൽവർ സ്റ്റോമിലേക്ക് പോവാണ്. അപ്പൊ ഞാൻ അത്ര ഓക്കെ അല്ല കേട്ടോ. മറ്റേ UTI വന്നിട്ട് തുടക്കത്തിൽ ഇഞ്ചക്ഷൻ ഒക്കെ കഴിഞ്ഞിട്ടുള്ള ഒരു ദിവസമായിരുന്നു ഇത്. പിന്നെ നമ്മൾ ഓൾറെഡി ഡേറ്റ് പറഞ്ഞു നമുക്ക് പോയേ പറ്റുള്ളൂ. അപ്പൊ അച്ഛൻ എന്നെ ബസ് സ്റ്റോപ്പിലേക്ക് ആക്കി തന്നു. അവിടുന്ന് നേരെ ആലുവ മറിയപ്പെടുന്ന റിൻസീനെ ഉണ്ടായിരുന്നു. അപ്പൊ ഇതാണ് ആലുവ പാലം. നിങ്ങൾക്ക് അറിയാമായിരിക്കും, അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ ഞങ്ങൾ രണ്ടുപേരും ആലുവയിൽ ഇറങ്ങി. തൃശ്ശൂർ ഫാസ്റ്റിൽ ഓൾറെഡി ഫാത്തിമ കയറിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ സ്റ്റോപ്പിൽ പോയി എന്നിട്ട് അതേ ബസ്സിൽ ഞങ്ങൾ കൂടെ കയറി. പിന്നെ നേരെ ചാലക്കുടിയിലോട്ടാണ് പോകുന്നത്. സൈഡ് സീറ്റിൽ നല്ല വെയിലായിരുന്നു. വെയിലടിച്ച് തുടങ്ങിയപ്പോൾ ഞാൻ ഇൻട്രോവേർട്ട് ആയി മാറി. അപ്പൊ അവര് പറ എന്തൊക്കെ സംസാരിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ നേരെ ചാലക്കുടിയിൽ നിന്ന് ഞങ്ങൾ സിൽവർ സ്റ്റോം വഴി പോകുന്ന ഒരു ബസ് ഉണ്ട്. സിൽവർ സ്റ്റോം ബസ് ഉണ്ട്. നമ്മളിപ്പോ സിൽവർ സ്റ്റോമിലേക്കുള്ള ബസ്സിലാണ്. അപ്പൊ ഇതാണ് നമ്മുടെ മണിച്ചേട്ടന്റെ ഓട്ടോ സ്റ്റാൻഡ്. പിന്നെ പ്രൈവറ്റ് ബസ്സും സൈഡ് സീറ്റും കാഴ്ചകളും പ്രൈവറ്റ് ബസ്സിലെ പ്ലേലിസ്റ്റും എല്ലാം ഒരു ഡിഫറെന്റ് വൈബാണ്. അത് എക്സ്പീരിയൻസ് ചെയ്തവർക്കറിയാം. നമുക്ക് അവസാനം നമ്മുടെ ഫേവറേറ്റ് പാട്ട് വരുമ്പോൾ അയ്യോ ഇറങ്ങല്ലേ ഇറങ്ങല്ലേ എന്ന് നമുക്ക് തോന്നും. അങ്ങനെ പോയി ഞങ്ങൾ സിൽവർ സ്റ്റോമിന്റെ ഫ്രണ്ടിൽ ഇറങ്ങി. നമുക്ക് ഫ്രണ്ടിൽ തന്നെ സ്റ്റോപ്പ് ഉണ്ട്. ഫ്രണ്ടിൽ തന്നെ ഒരു കടയുണ്ട്. അപ്പം മുട്ടക്കറിയും വാങ്ങിച്ചു കഴിച്ചു. അപ്പൊ എനിക്ക് ഗുളികയൊക്കെ കഴിക്കേണ്ടതുകൊണ്ടേ ഒരു ശരിക്കും പറഞ്ഞ ഒരു മൂഡില്ല. കാരണം നമ്മൾ എവിടെയെങ്കിലും ഒക്കെ പോകുമ്പോൾ ഇങ്ങനെ ഗുളികയൊക്കെ മാറി കെട്ടി പെറുക്കി പോകുന്നത് ഒരു മെനക്കെട്ട പരിപാടി. നമ്മൾ കുറച്ചുകൂടെ ഫ്രീ ആയിരിക്കണം എന്നാണ് എന്റെ ഒരു ഇത്. ഇവിടെയാ ഇതാ സിൽവർ സ്റ്റോം. അപ്പൊ അങ്ങനെ ഞങ്ങൾ സിൽവർ സ്റ്റോമിന്റെ ഉള്ളിൽ കയറി. ഒരു 1.5 ഫാനും കണ്ട് ടിക്കറ്റ്സ് എടുക്കണം അവിടെ പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ കുറച്ച് ഭാഗമൊക്കെ മ്യൂട്ടഡ് ആയിട്ടായിരിക്കും കാണിക്കുന്നത്. കാരണം മൂവി സോങ്സ് ആണ് ഗൈസ് അവിടെ വിട്ടേക്കുന്ന ഫുള്ള്. അപ്പൊ കോപ്പിറൈറ്റ് അടിക്കും. Hi ma'am, how are you? അപ്പൊ ആദ്യം നമ്മൾ ലോക്കറിന് ടിക്കറ്റ് എടുക്കണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഡ്രസ് ചേഞ്ച് ചെയ്യാൻ പോകണം. ഈ ഒരു കാണുന്ന പോർഷനിലാണ് ഡ്രസ് ചേഞ്ച് ചെയ്യാനുള്ള റൂം വന്നിട്ടുള്ളത്. ജെന്റ്സിനും ഉണ്ട് ലേഡീസിനും ഉണ്ട്. അപ്പോൾ ഡ്രസ് ചേഞ്ച് സ്നോ പാർക്കിൽ പോകാം. 10:45 കയറണ്ടേ. ഇപ്പൊ സമയം എന്തായി ഇപ്പൊ? അപ്പൊ ഫസ്റ്റ് സ്നോ പാർക്കിലോട്ടാണ് പോകുന്നത്. അതായിരിക്കും നമുക്ക് കുറച്ചും കൂടെ നല്ലത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ലാൻഡ് റൈഡിൽ കയറാം. വാട്ടർ റൈഡിലേക്ക് പോകാൻ പറ്റും. കോപ്പിറൈറ്റ് കിട്ടും മിക്കവാറും. ഡ്രസ്സ് വാങ്ങാൻ വേണ്ടി വന്നേക്കുക. നമ്മൾ 10:45 കയറാൻ പോവാം. കോപ്പറേറ്റ് കിട്ടണ്ടേ. എൻ്റെ ഫേവറേറ്റ് പാട്ടാ പുറകിൽ. നല്ല രസമുണ്ട്. നല്ലൊരു വൈബ്. എന്തായാലും ഡ്രസ്സ് ചേഞ്ചിട്ട് വരാം. ഇതെന്തത്? അതെ ഞാൻ ഷൂ എങ്ങനെ ഇടും? ഞാൻ കാര്യം ചെയ്യട്ടെ. അല്ല എൻ്റെ കയ്യിൽ മൈക്ക് ഉണ്ട് ഇപ്പോൾ. അപ്പോൾ നമുക്ക് ഒന്നുകൂടെ ഇടയ്ക്ക് ഇവിടെ വരണം. ഇതിൻ്റെ അടുത്തൊക്കെ വെള്ളം കുടിക്കണോ? ഇവിടെ വെള്ളം കിട്ടുമോ വേറെ? ഇതൊന്ന് തുറന്നു കിട്ടിയിരുന്നെങ്കിൽ രക്ഷപ്പെടാമായിരുന്നു. താക്കോലൊടിഞ്ഞു. I am trapped. ഇല്ല സ്ട്രോങ്. ഇതെവിടെ വെക്കും? ഓരോരോ ലീലാവിലാസങ്ങള്.
മോഹം ഉണ്ടെങ്കിലേ അവനവന് ചേരുന്ന ഒന്ന് തയ്പ്പിക്കുക, അല്ലാതെ പാകമാവാത്തത് വലിച്ചു കയറ്റുകയല്ല. അല്ല താങ്ക പറമ്പിൽ പോവാണോ? നിങ്ങൾ എന്താണ് ഇവിടെ എന്ന് ഞാൻ ചോദിക്കുന്നില്ല. നിങ്ങൾക്കൊന്നും വേറൊരു വേഷവും കിട്ടിയില്ലടാ. അത് തന്നെയാണ് എനിക്കും നിന്നോട് ചോദിക്കാനുള്ളത്. ഒരാഴ്ചയൊക്കെ കുളിക്കണ്ടോ? ഈ സ്നോ പാർക്കിന്റെ എൻട്രിയുടെ പുറത്തായിട്ട് അവിടെ ഗ്ലൗസും ഷൂസും ജാക്കറ്റും ഒക്കെ തരും. പിന്നെ സോക്സ് നിങ്ങൾ മാക്സിമം കൊണ്ടുപോകാൻ നോക്കുക, അല്ലെങ്കിൽ ആരുടെങ്കിലും ഒക്കെ സോക്സ് അവർ തരുന്നത് ഇടേണ്ടി വരും. അപ്പൊ എനിക്ക് ലേറ്റ് ആയിട്ടാണ് ജാക്കറ്റ് കിട്ടിയത്. ഒന്ന് ചൊറിയാൻ വെച്ച തുമ്പി ചാവും. മാമൻ ഇപ്പൊ വരാ. ആ കോട്ട് ശ്വാസതടസ്സം, തലകറക്കം പോലുള്ള എന്തെങ്കിലും ശാരീരിക അസ്വസ്ഥതകൾ അനുഭവപ്പെടുകയാണെങ്കിൽ ഇന്ന് MG റോഡിൽ ഗൈസ് നമ്മൾ സ്നോയിൽ തകർത്തിട്ട് വരാം. എന്താ കോലം പോലെ എനിക്കറിയില്ല. അയ്യോ ഈശ്വര, കാവടി തുള്ളിയാണല്ലോ പോണത്. എന്താകും മുരുക. നമ്മളിപ്പോ സ്നോയിൽ കയറാൻ പോവാം. ഒറിജിനൽ മഞ്ഞല്ല, അതുകൊണ്ട് അത്ര ഒന്നും കാണത്തില്ല എന്നൊക്കെ വിചാരിച്ച് അതിനകത്ത് കയറി കഴിഞ്ഞാൽ നല്ല തണുപ്പായിരുന്നു. എന്നെ കിട്ടുന്നുണ്ടോ? എനിക്കാണെങ്കിൽ നന്നായിട്ട് ലിപ്സ് ഡ്രൈ ആവുന്നുണ്ട്. കേൾക്കാൻ പറ്റുണ്ടോന്ന് അറിയില്ല. മൂക്കൊക്കെ എന്തോ പോലെ. നമുക്ക് വരെ തെന്നി പോകുന്ന സാധനത്തിൽ പോകും. എനിക്ക് റൈഡിന്റെ അകത്ത് കയറുന്നതിന് മുൻപ് ഒരു ടെൻഷനും ഇതിങ്ങനെ താഴേക്ക് വരുമ്പോൾ ഉള്ളിലൊരു ആന്തലും കൂടെ വരും. ഓ അതെനിക്ക് ഇപ്പൊ പറയുമ്പോൾ തന്നെ എനിക്കത് ഫീല് വരുന്നു. ഇത് മറ്റേ ഫ്ലോട്ടിംഗ് പാലോ എന്നാ. അങ്ങനെ ഞങ്ങൾ അതുവഴി കറങ്ങി ഈ ഒരു പാലം ഉണ്ടല്ലോ, ഈ ഒരു പാലമൊക്കെ കയറി അങ്ങ് ചെല്ലുമ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത് അതൊരു ഈ സ്ലൈഡർ സംഭവം ഇല്ലേ, അങ്ങോട്ടേക്ക് പോകുന്ന വഴിയായിരുന്നു. എന്നിട്ട് ഇവളമാർ എന്നോട് പറഞ്ഞു, നീ ഇവിടെ നിൽക്കി, ഞങ്ങൾ വീഡിയോ എടുക്കാന്ന് പറഞ്ഞിട്ട് എന്നെ അവിടെ നിർത്തിട്ട് ഇവളമാര് പോയി. മറ്റേ സ്റ്റേജിൽ അടുത്ത ചെസ് നമ്പർ വിളിക്കുമ്പോൾ ഒരു ടെൻഷൻ ഇല്ലേ, അതായിരുന്നു എന്റെ ഉള്ളിൽ മൊത്തം. ഞാൻ നോക്കുമ്പോ എന്റെ മുന്നിൽ നിന്ന ഒരാള് അവിടുത്തെ കൊച്ചു കിടന്ന് ബഹളം ഉണ്ടാക്കിയിട്ട് ആ പുള്ളിക്കാരൻ നിർത്തിപ്പോയി. ആ ഒരാൾക്ക് പകരം ഒന്നുകൂടെ ഞാൻ ഫ്രണ്ടിലേക്ക് കയറി. അപ്പോഴത്തേക്കും എനിക്ക് ടെൻഷൻ കൂടി. ഒരു ടീമില് എല്ലാം ഒരേപോലെ പൊട്ടന്മാരായ എങ്ങനെ ഇരിക്കുമെന്ന് പറയുന്ന പോലെ ഞാൻ താഴെ ഇറങ്ങിയപ്പോ ഇവര് വീഡിയോ എടുത്തില്ല, സ്വിച്ച് ഞെക്കാൻ മറന്നുപോയത്. എന്തൊക്കെയാ പറയുന്നത്. സത്യം പറഞ്ഞ സ്കൂളിൽ പഠിക്കുമ്പോൾ എത്ര പ്രാവശ്യം ഒന്ന് വരണം എന്ന് ആഗ്രഹിച്ചിട്ടുണ്ടെന്നറിയാം. നമ്മ ഇത്രയും വർഷം കഴിഞ്ഞ് അതേ ആൾക്കാരുടെ കൂടെ തന്നെ നടന്നെങ്കിലും അന്നത്തെ ഒരു എക്സൈറ്റ്മെന്റ് എന്ന് പറയുന്നത് അതൊരു വേറൊരു സംഭവം തന്നെയല്ലേ. എന്നെ പോലെ തന്നെ അന്ന് ഒരു പ്രാവശ്യം പോലും ടൂർ പോകാൻ പറ്റാത്ത ഈ ഒരു സംഭവം റിലേറ്റ് ചെയ്യാൻ പറ്റും. അന്ന് ഞാൻ ബസ്സിൽ കയറുമ്പോൾ നന്നായിട്ട് ഛർദ്ദിക്കുമായിരുന്നു, തലവേദന, അങ്ങനെ കുറെ സീനും ഉണ്ടായിരുന്നു. അപ്പൊ ആരെയും പറഞ്ഞിട്ടൊരു കാര്യമില്ല. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ പശുവിന്റെ മുഖമുള്ള ഈ മാനിന്റെ പുറത്തുനിന്ന് കയറണം. ആഗ്രഹങ്ങൾ നമ്മൾ വിട്ട് കളയരുത്. ഇതിനകത്താണെങ്കിൽ നല്ല തെന്നല, ആ ഒരു സ്നോ സംഭവം സെറ്റ് ചെയ്തേക്കുന്നതുകൊണ്ട് നല്ല തെന്നലാണ്. എന്നാൽ കയറാനും പറ്റുന്നില്ല. അതിന്റെ കൂടെ തന്നെ ഞങ്ങൾ രണ്ടുപേർക്കും ചിരി വന്നിട്ട് കയറാൻ ശ്രമിച്ചിട്ട് പോലും പറ്റില്ല. ആ ചിരിയോട് ചിരിയായിരുന്നു ഞങ്ങളത്. അവസാനം ഞാൻ കയറി. എന്നിട്ട് അവരെന്നെ ഇറക്കി വിട്ടു. അതെന്താന്ന് എനിക്ക് മനസ്സിലായില്ല. ഈ മുതുക്കുകൾ ഈ സമയത്ത് എന്തിനാണ് വന്ന് കയറുന്നതെന്ന് ആലോചിച്ചിട്ടായിരിക്കും. നമ്മുടെ സോക്സ് ഒക്കെ നനഞ്ഞ് കാലിന്റെ അറ്റമൊക്കെ അങ്ങോട്ടേ മരവിക്കാൻ തുടങ്ങും. സൂപ്പറാ.
നമുക്ക് ഇവിടെ പെൻഗിൻ കഫേ ഉണ്ട്. ഇവിടെ വന്നിട്ട് ചായ കുടിക്കാം. എനിക്ക് കുടിക്കാൻ പറ്റൂല, ചൂട്. ആദ്യമായിട്ട് മണാലിയൊക്കെ എക്സ്പീരിയൻസ് ചെയ്യുന്നവർക്കാണ് വലിയ ഇതുണ്ടാവില്ല. അയ്യോ, മണാലിയിലൊക്കെ പോയിട്ടുള്ളവരാണ് ഞാൻ പോയിട്ടില്ല. ഈ പെണ്ണുപിള്ളാണ് മണ്ണ് വാരി കിടന്ന് മറിയാണ്. അങ്ങനെ പിന്നെ DJ തുടങ്ങാറായി കേട്ടോ. അവിടെ ചെന്നപ്പോ ഞങ്ങളുടെ ചുറ്റുമുള്ളവരൊന്നും ഇത്രയും പാട്ട് കേട്ടിട്ട് ഒരു അനക്കവും ഇല്ല, ഒരു വികാരവും ഇല്ലാതെ ഇങ്ങനെ നിൽക്കുന്നു. കുറച്ച് പേര് ഫോട്ടോ എടുക്കുന്നു. എന്നാൽ ഇത്ര നല്ല പാട്ടുകൾ ഇട്ടിട്ട് DJ പിന്നെ എന്തിനാ തുള്ളാനല്ലേ? പക്ഷെ ഞങ്ങളൊന്നും കാര്യമാക്കില്ല. തുടക്കത്തിൽ ഒരു സ്റ്റാർട്ടിംഗ് ട്രബിൾ ഉണ്ടായിരുന്നെങ്കിലും പതുക്കെ പതുക്കെ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് മോട്ടോർ ഓൺ ആക്കുന്ന പോലെ ഞങ്ങൾ പവറായി. അങ്ങനെ ചില ആൾക്കാരുണ്ടല്ലോ, ആരെങ്കിലും ഒന്ന് തുടങ്ങി കിട്ടിക്കഴിഞ്ഞാൽ ഒരു ഇതാവും. അങ്ങനെ വേറൊരാളെയും കൂടെ ഞങ്ങളുടെ ടീമിൽ കിട്ടി. അത് കഴിഞ്ഞപ്പോൾ പിന്നെ ഈ മഞ്ഞിന്റെ മരവിൽ പോകുന്ന ഒരു വിഷയമേ അല്ല. അവർ പിന്നെ ഒരു ഗണ്ണ് പോലത്തെ സംഭവം വെച്ചിട്ട് ഈ മഞ്ഞൊക്കെ ഇങ്ങനെ സ്നോ ഒക്കെ ഇങ്ങനെ തെറിപ്പിക്കും. എല്ലാരും മറക്കണ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ തിരിഞ്ഞിട്ട് അപ്പൊ ഇങ്ങനെ വിഷയപ്പെട്ട് ഇങ്ങനെ തിരിഞ്ഞു പോവാ. നേരെ വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ ഫിറ്റായി വന്നിട്ട് തന്നെ മാറിക്കട്ടെ. എല്ലാവരും തിരിച്ച് ഞാൻ വീഡിയോ എടുക്കട്ടെ. ഞാൻ ഇങ്ങനെ ചിപ്പിടാം ഇങ്ങനെ താന്തിനൊക്കെ തെല്ലനൊക്കെ താങ്ങിനങ്ങനെ തെല്ലനൊക്കെ തെല്ല. ഇനി എന്താ പരിപാടി? തെണ്ടാനാണെങ്കിൽ പിന്നെ ഇവിടം വരെ വന്ന് തെണ്ടേണ്ട ആവശ്യമുണ്ട്. ആ വഴി റോഡിലെങ്ങനെ നിന്നാ പോലെ. പറ. ഇനി നമുക്ക് റൈഡിൽ കയറണം. ഏത്? ആ മേളിലുള്ള ഇല്ലേ? ആ മേളിലുള്ള കയറാം. അത് ആ പുള്ളിനെ അപ്പൊ ഇതിനകത്ത് ഫുൾ വ്യൂ കാണാന്ന് പറഞ്ഞു. കാണാം. അത് പോയിട്ട് പയ്യെ അവിടെ കാണാൻ ഇതിലേക്ക് കയറിയിട്ട് പയ്യെ നമുക്ക് വെള്ളത്തിലേക്ക് അങ്ങോട്ട് ചാടാം. നടന്നു വരിക. ഇങ്ങനെ വെറുതെ മാലാകമാര് ഭൂമിയിലേക്ക് ഇറങ്ങി വരാത്തത്. അയ്യോ, എന്റെ അടി നാലച്ചക്ക് ഇത് മറിഞ്ഞ് താഴെ വീണു. ഹായ് ഹായ്. നിങ്ങളിപ്പോ ഫസ്റ്റ് തന്നെ ഈ സാധനത്തിൽ കയറുവാണെങ്കിൽ ഒരു ടോട്ടൽ ഒരു വ്യൂ കിട്ടും ഇവിടെ എന്തൊക്കെ ഉണ്ടെന്ന്. എന്നിട്ട് നിങ്ങൾ അതിലൊക്കെ പോയി കയറുവാണെങ്കിൽ നല്ലതായിരിക്കും. അല്ല ചില റൈഡൊക്കെ മിസ്സായി പോകും. പക്ഷെ ഇത് നല്ല തണലൊക്കെ ഉള്ളതുകൊണ്ട് സുഖം. ഇത് 12 എക്സ്പീരിയൻസ് നല്ല രസമുണ്ട് കേട്ടോ. ഞങ്ങൾ കാടുകളും കരകളും കഴിഞ്ഞ് സ്റ്റേഷനിലേക്ക് അടുക്കാറായി. നമ്മൾ അവിടെ ഇപ്പൊ എത്തും. നേരത്തെ ഇവിടെ വന്നിട്ട് ഞാനിത് പൂട്ടിയിട്ട് താക്കോൽ ഇവിടെ വെച്ചിട്ട് പോയി. പിന്നെ ഇപ്പൊ താക്കോൽ എടുക്കാൻ വേണ്ടി വന്ന ഭയങ്കര ചൂടാ. പുതിയ കേബിൾ കാറൊക്കെ വരുന്നുണ്ട് കേട്ടോ ഇവിടെ. ഈ മാസമാണെന്ന് തോന്നുന്നു. അവിടെ പോസ്റ്റേഴ്സ് ഒക്കെ വെച്ചിട്ടുണ്ട്. അത് ഇവിടെ വന്ന അടിപൊളിയായിരിക്കും. കാരണം നൈസ് ബാക്ക്ഗ്രൗണ്ടാണ്, മലയും സംഭവമൊക്കെ. അപ്പം കാണാൻ നല്ല രസമുണ്ടാവും. നബാട്ടി തിന്ന എന്നിട്ട് ഞാൻ മൈക്കെടുത്ത് വെക്കാൻ പോവാം. മൈക്കൊക്കെ വെള്ളത്തിലെങ്ങനെ പോയാൽ ആകെ ഉള്ളൊരു മൈക്ക്, അത് പോവും. പൂളിനകത്ത് ഇപ്പൊ കയറാൻ പറ്റില്ല. പൂളിൽ ഭയങ്കര ചൂടായിരിക്കും. എനിക്ക് ചെയ്യുന്നല്ലയ്യ. ഏടി അണ്ണൻ
അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഈ ഒരു സംഭവത്തിൽ വന്നു കേട്ടോ. ഈ ഒരു കാറില്ലേ, കയറിയാൽ എന്താ സംഭവിക്കാൻ പോകുന്നത് ഞങ്ങൾക്ക് അറിയാം. അതുകൊണ്ട് തന്നെ ഇത് ചുറ്റും കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് നല്ല കോമഡി ആയിരിക്കും എന്നുള്ളത് കൊണ്ടും ഇത് വേണ്ട, നമുക്ക് ഫുഡ് കഴിക്കാൻ പോകാന്ന് പറഞ്ഞു. കുട്ടികളെ കാണുമ്പോൾ മീൽസ് ആയിരുന്നു ഞങ്ങൾക്ക് പറഞ്ഞിരുന്ന ഫുഡ്. കുറച്ച് നേരം ഡിലേ ഉണ്ടായിരുന്നേ ഞങ്ങൾക്ക് ഫുഡ് കിട്ടാൻ വേണ്ടിയിട്ട്. ഇൻഫ്ലുവൻസർ സ്കീമിലാണ് ഞാൻ പോയത്. അവരുടെ ഡയറക്റ്റ് ഇൻവൈറ്റ് വന്നുകൊണ്ടാണ് നമ്മൾ പോയത്. പിന്നെ ഒരു സൈഡ് ഡിഷ് ഉണ്ടായിരുന്നു. ആ സൈഡ് ഡിഷ് അടിപൊളിയായിരുന്നു. ഇവിടെ വരുന്നവർക്ക് സെപ്പറേറ്റ് ഒരു സ്ലിപ്പർ വാങ്ങിച്ചുകൊണ്ട് വന്നാൽ നല്ലതായിരിക്കും. അല്ലെങ്കിൽ ഇങ്ങനെ കാല് പൊള്ളി ഒരുവട്ടം പപ്പു നടക്കുന്ന പോലെ ചാടി ചാടി വെള്ളം എന്ന് പറഞ്ഞ് നടക്കേണ്ടി വരും. പേടിത്തൊണ്ടി ഫാത്തിമ. അത് കഴിഞ്ഞിട്ട് ഇവര് പറഞ്ഞു നമുക്ക് ഈ റൈഡിൽ കയറിയാലോ. ഫാത്തിമ വന്നപ്പോ തൊട്ടേ ആ കുരങ്ങന്റെ വായി ഇറങ്ങണം ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുക. അപ്പൊ ഞങ്ങൾ വന്നാൽ പിന്നെ അവിടെ പോകാന്ന് വിചാരിച്ചു. എനിക്കിത് കണ്ട് ചെസ്റ്റ് നമ്പർ അടുത്തത് വിളിക്കാറാവുമ്പോഴത്തേക്കും ടെൻഷൻ വരുമല്ലോ. എനിക്കതിനകത്ത് പേടിയായിട്ടും വയ്യ. എനിക്കാണെങ്കിലുണ്ടല്ലോ ഇങ്ങനെ ഈ താഴേക്ക് വരുന്ന റൈഡിന്റെ ഒക്കെ മേളിൽ പോയിട്ട് താഴേക്ക് വരുമ്പോ ഒരു നമ്മൾ അയ്യോ വീഴാൻ പോണേന്നുള്ളൊരു സാധനമുണ്ട്. എനിക്കത് ഭയങ്കര ടെൻഷനാണ്. പക്ഷെ അത് ഇറങ്ങി കഴിഞ്ഞ് കഴിയുമ്പോൾ അതില്ല കേട്ടോ. അങ്ങനെ എനിക്ക് ടെൻഷൻ വരാൻ തുടങ്ങി. ഇനിയിപ്പോ കയറിയല്ലേ പറ്റൂ. ഈ കാണുന്നതാണ് അവര് തരുന്ന സേഫ്റ്റി ബെൽറ്റ്. ഞാനും വിചാരിച്ചേ നമ്മൾ ഈ സംഭവത്തിൽ കയറിയിട്ട് വാട്ടർ ഫ്ലോ ഉണ്ട്. ആ ഫ്ലോയ്ക്ക് അനുസരിച്ച് ഈ സാധനം പതുക്കെ കറങ്ങി ഓപ്പോസിറ്റ് സൈഡിലെത്തി കഴിയുമ്പോൾ അവിടെ ഒരു പയ്യനുണ്ട്. ആ പയ്യൻ നമ്മളെ ഈ ലാഡറിലേക്ക് ഇങ്ങനെ ഒരു മെഷീൻ വെച്ച് കറക്കി കയറ്റി. എന്നിട്ട് ഈ സാധനം കയറി പോയിട്ട് മേളീന്ന് താഴേക്ക് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു വരവ് വരും. കിളി പോയായിരുന്നു. അതുകൊണ്ട് തന്നെ എന്റെ മുഖത്ത് വലിയ എക്സ്പ്രഷൻ ഒന്നും പ്രതീക്ഷിക്കേണ്ട. കാരണം എനിക്ക് നല്ല പേടിയായിരുന്നു. ആരാണ് എന്താണ് ായിട്ടാ പോയേ. ഒരു കണ്ണടയ്ക്കുന്ന ഒരു ബ്ലിങ്ക് ചെയ്യുന്ന സെക്കൻഡ്സിൽ സാധനം വരും. വലിയ കുഴപ്പമില്ല. അവരുടെ ഊഴമാണ് റിൻസിനിക്ക് കമ്പനി കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മളൊന്നും കൂടെ പോകും. അങ്ങനെ ചെസ് നമ്പർ 2 ഓൺ സ്റ്റേജ്. പിന്നെ ഇവര് പോകുമ്പോൾ അത്യാവശ്യം നന്നായിട്ട് എനിക്ക് വീഡിയോ എടുക്കണം എന്നുണ്ടായിരുന്നു. അവര് പതുക്കെ ലാലല്ലൊക്കെ പാടി ഈ പറഞ്ഞ പോലെ അവർക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷേ ഫ്രണ്ട്സ് എല്ലാം കൂടെ ഒരു നല്ല രസമാണ്. പക്ഷെ ഞാനിത് എൻ്റെ ചെറുപ്പത്തിൽ ഞാനിത് മിസ് ചെയ്യുന്നു. കാരണം ഒരുപാട് പിള്ളേര്, നമുക്കധികം ഫ്രണ്ട് സർക്കിൾ ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ നമ്മൾ ഇത്രയും പേരൊക്കെ തന്നെ ആയിരുന്നു അന്നും ഫ്രണ്ട്സ്. പക്ഷെ അന്നത്തെ വൈബ് എന്ന് പറയുന്നത് വേറെയാ. നമ്മുടെ പ്രായം, ആ ഒരു ടൈം പറഞ്ഞിട്ട് കാര്യമില്ല. അന്നും സിൽവർ സ്റ്റോപ്പ് ഉണ്ടായിരുന്നു. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല. ഇനി നമുക്ക് പൂളിലോട്ട് പോവാം. ബാക്കി ഭയങ്കര ചൂടാപ്പോ. ഭയങ്കര ചൂടെന്ന് പറഞ്ഞാൽ നല്ല ചൂടാ. നാളെയാണോ പോത്താടോ തീരെ ഇതുള്ളതുകൊണ്ട് ബാക്കി. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വീഡിയോ എടുത്തില്ലായിരുന്നു മറ്റേ വാട്ടർ റൈഡിൽ. ഈ പ്രാവശ്യം അവിടെ കലപ്പില്ല. സന്തോഷായി, നല്ല സന്തോഷമായി. ചിരിക്കണ്ട, ഞാൻ വീണതല്ല, ഇവിടുത്തെ മണ്ണ് ടെസ്റ്റ് ചെയ്തതാ. ഇത് കാണുന്ന എന്റെ ഭക്തം. ഗൈസ് ഞാൻ മിക്കവാറും മൈൻഡപ്പ് ചെയ്യും. കാരണം ഫോണിൽ ചാർജില്ല. എപ്പോൾ നോക്കിയാലും ഇത് തന്നെ പരിപാടി. അവർ 2 റൈഡിൽ കയറാൻ പോയി. പക്ഷെ അത് ക്ലോസ്ഡ് ആയിട്ട് എനിക്ക് ഭയങ്കര പേടി. ഇന്ന് ചാർജില്ല, ഒട്ടും ചാർജില്ല. എല്ലാം നമുക്ക് എന്തെങ്കിലും നോക്കാമായിരുന്നു. ഇതിൻ്റെ ഒരു പവർ ബാങ്കൊക്കെ വാങ്ങിക്കണം. എങ്ങനെയാണ് ഇരിക്കുന്നതെന്ന് പോലും എനിക്കറിയില്ല. പ്ലാസ്റ്റിക് കവറിലിട്ട് വെച്ചേക്കും. ഓക്കെ ഗൈസ്, ബൈ.
പിന്നെ കുറച്ച് നേരം അങ്ങോട്ട് നല്ല പോസ്റ്റായിരുന്നു. കാരണം ഒരു പെങ്കൊച്ചു വരണം, എന്നാലേ നമുക്ക് ഈ സാധനങ്ങളൊക്കെ എടുത്തോണ്ട് പോകാൻ പറ്റുള്ളൂ. അതിനിടയ്ക്ക് ഞങ്ങളുടെ ലോക്കറിലുള്ള ഞങ്ങളുടെ അവളുടെ ഫാത്തിമയുടെ ബാഗ് വേറെണ്ണത്തിൽ കുടുങ്ങി. ഇനി ഈ ആള് വരാതെ നമുക്ക് പോകാൻ പറ്റില്ല. ആരാണോ ഉണ്ടോ അങ്ങനെ ആള് വന്നു, ലേറ്റ് ആയി. സെക്യൂരിറ്റി ചേട്ടൻ ഒരു ബസ് പോകുന്ന കണ്ടിട്ട് പിടിച്ചു നിർത്തിയിട്ട് നമ്മൾ ഓടി ബസ്സിൽ കയറി കറങ്ങി തിരിഞ്ഞ് വലിയ പാടായിരുന്നു. ആദ്യം നമ്മൾ ചാലക്കുടി വന്നു. ചാലക്കുടി വന്നു കഴിഞ്ഞിട്ട് പിന്നെ നമ്മളൊരു ബസ് സ്റ്റാൻഡിൽ പെട്ടുപോയി. ഇതായിരുന്നു എൻ്റെ പഴയ ക്യാമറ. അവിടുന്ന് നമുക്ക് ബസ് കിട്ടിയതേ ഇല്ല. കുറേ നേരം വെയിറ്റ് ചെയ്തിരുന്നിരുന്നിരുന്ന് അവസാനം ഒരു ബസ് കിട്ടി. നമ്മൾ ആലുവയിൽ എത്തി കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു 9-10 മണി എങ്ങാണ്ടായിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്കാണ് പറവൂർ വരെ പോകേണ്ടത്. ഹേയ് ഗായ്സ്, അപ്പോൾ ഞാൻ ഒരു 10-10:30 ആയപ്പോൾ വീട്ടിലെത്തി. ഞങ്ങൾ കുറേ നേരം ബസ് കിട്ടാനായിട്ട് പാടായിപ്പോയി. മറ്റേ സിൽവർ സ്റ്റോമിൽ നിന്ന് കയറിയിട്ട് ഞങ്ങൾ ഇറങ്ങിയത് കിളിപോയിരിക്കുക. ഔട്ട് കംപ്ലീറ്റ്ലി. ഞങ്ങൾ ചാലക്കുടി ഇറങ്ങി. സിൽവർ സ്റ്റോമിൽ നിന്ന് ചാലക്കുടി എത്തുന്നത് വരെ ഒരു ഇച്ചിരി നല്ല ടൈം എടുത്തു. ഞങ്ങൾ ഇങ്ങോട്ട് വരുന്നതിലും കുറച്ചധികം ടൈം എടുത്തു. ചാലക്കുടിയിൽ ഞങ്ങൾ കുറേ നേരം പെട്ടുപോയി. ഞങ്ങൾ കുറേ ബസ് നോക്കി, പക്ഷെ ആലുവയിലോട്ടുള്ള ബസ്സൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങൾ അവിടുന്ന് ഒരു അങ്കമാലി ബസ് എടുക്കണ്ടായിരുന്നു. ആദ്യം ഞങ്ങൾ അതിൽ കയറുന്നില്ല എന്ന് വിചാരിച്ച, പിന്നെ പെട്ടെന്ന് അങ്കമാലി ബസ്സിൽ കയറാമെന്ന് വിചാരിച്ചു. അല്ലെങ്കിൽ ഇനി അവിടെ നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ ബസ് കിട്ടാൻ പാടായിരിക്കും. ഇനിയിപ്പം നാളെ ഇലക്ഷനാണ്, ഇന്ന് ഞായറാഴ്ച. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള തിരക്കുകളുണ്ട്, ബസ് കുറവാണ്. പിന്നെ ഞങ്ങൾ അങ്കമാലിയിൽ ഇറങ്ങിയിട്ട് അവിടുന്ന് ആലുവ ബസ് കിട്ടി. ഒരു തൃശ്ശൂർ ഫാസ്റ്റാണെന്ന് തോന്നുന്നു. എന്നിട്ട് ഞങ്ങൾ ആലുവ ബൈപ്പാസിൽ ഇറങ്ങി. പിന്നെ ബൈപ്പാസിൽ കുറേ നേരം നോക്കി നിന്ന് ബസ്സൊന്നും കിട്ടിയില്ല. അപ്പോൾ ഒരു പറവൂർ ബസ് വന്നു. അതിൽ നിറയെ ആൾക്കാരായിരുന്നു. പിന്നെ നിന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ബസ് കിട്ടി. ഞാൻ വീട്ടിലേക്ക് വിളിച്ചു പറഞ്ഞു. ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഉടനെ അച്ഛൻ വന്നു, തിരിച്ചു പോന്നു. ബാക്കിയുള്ളതൊന്നും എടുക്കാൻ ഞാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഫോണിൽ ഒട്ടും ചാർജ് ഇല്ലായിരുന്നു. 5% ഉണ്ടായിരുന്നുള്ളൂ. വന്ന ഉടനെ ഞാൻ ഫോൺ കുത്തിയിട്ടു. പിന്നെ ഒന്ന് മേല് കഴുകി, തല നനച്ചില്ല, വെള്ളത്തിലെല്ലാം കൂടെ മറിഞ്ഞ് മുടിയെല്ലാം കൂടെ ഒട്ടിപ്പിടിച്ചിരിക്കുക. ജസ്റ്റ് ഒന്ന് സെറം തേച്ചിട്ട് അതുപോലെ തന്നെ വെച്ചേക്കുക. നാളെ കഴുകാൻ പറ്റുള്ളൂ. ഇനി ഞാൻ തല കഴുകിയാൽ നാളെ എനിക്ക് പനി പിടിക്കും. അതുകൊണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ പറയാം. അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.